ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാട്ടാണ് നമ്മളുള്ളത്. ഇത് 2400 സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ ഇൻറ്റീരിയൽ ഫ്യൂഷൻ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹായ് നമസ്കാരം. എൻ്റെ പേര് റിനോയ്. കണ്ടംപററിയും ട്രഡീഷണലും മിക്സ് ചെയ്ത ഒരു സ്റ്റൈലാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലുടനീളം ഇതിൻ്റെ ഒരു എലിവേഷൻ ഒരു ട്രഡീഷണൽ ടൈപ്പിൽ ആ ഒരു ലുക്കിലേക്ക് വരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ തൂണുകൾ കോൺക്രീറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റോൺ ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് ഗാൽടെക്സിൻ്റെ ഗ്രാനി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ ലെപ്പോത്ര ഗ്രാനൈറ്റ്, അതിൻ്റെ ബ്രൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ സിറ്റൗട്ടിൻ്റെ ഫ്ലോർ 4x2 വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ട്രഡീഷണൽ ഒരു എലിവേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പാനലിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. വുഡൻ പാനലിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വുഡൻ പാനലിംഗ് മഹാഗണിയിൽ ചെയ്തിരിക്കുന്നു. മഹാഗണിയിൽ ഇച്ചിരി എക്സ്പെൻസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹാഗണി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ MRF PU ഫിനിഷാണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കട്ടളകളെല്ലാം, അതായത് ഫ്രണ്ട് കട്ടള ഉപയോഗിച്ചിരിക്കുന്നത് ടീക്കൂട്ടിലാണ്, ബാക്കിയെല്ലാം ആഞ്ഞിലിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറും ടീക്കൂട്ടിൽ ചെയ്തിരിക്കുന്നു. മണിച്ചിത്ര താഴ് ട്രഡീഷണൽ ലുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിച്ചിത്ര താഴ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇച്ചിരി സാമാന്യം പൊതുവെ വെക്കാറുള്ളതിനേക്കാൾ സാമാന്യം വലിപ്പമുള്ള ഒരു സൂത്രപ്പട്ടിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ ഒരു എന്താ പക്ക ട്രഡീഷണൽ ലുക്ക് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊത്തുപണികളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകം കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിലാണ്. 13x12 ആണ് ഇതിൻ്റെ റൂം സൈസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും കൂടെ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടംപററി ടൈപ്പ് നിഷസ് ഉപയോഗിച്ച് ഒരു പാർട്ടീഷൻ വാളാണ് ചെയ്തിരിക്കുന്നത്. ക്ലയൻസിൻ്റെ ആവശ്യപ്രകാരം അവരുടെ പാരമ്പര്യമായ മറ്റേ നിലവിളക്ക്, ഊട്ടുപാത്രങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പാർട്ടീഷൻ വാൾ സൗകര്യം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനനുസരിച്ച് ഇവിടെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ ഉള്ള ഒരു പാർട്ടീഷൻ വാൾ തന്നെയാണ് ഇതും. ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പരമ്പരാഗത നിർമ്മാണ ശൈലിയിൽപ്പെടുന്ന ഒരു തരം ജാലി വർക്കാണ്. എന്നിരുന്നാൽ തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ പൗഡർ കോട്ട് ടൈപ്പ് ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെയിം ഫ്രെയിം വർക്ക് പറഞ്ഞാൽ നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സെൻട്രലായിട്ട്, അതായത് ഗൃഹമധ്യ സൂത്രം കടന്നു പോകേണ്ടത് നമ്മുടെ ഇതിൻ്റെ മധ്യഭാഗം, അതായത് കിഴക്ക് പടിഞ്ഞാറ് ഇതിൻ്റെ മധ്യഭാഗത്തൂടെയാണ് പോകേണ്ടത്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന HDF MRF PU കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ജാലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവഴി, അതായത് ഈ ഭാഗത്തൂടെ കടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഫർണിച്ചറുകളോ എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്നതിന് ശേഷം ഇതുവഴി നമുക്ക് ഉള്ളിലേക്ക് ഡൈനിങ് ഏരിയയിലേക്കോ മറ്റ് ബെഡ്റൂമുകളിലേക്കോ പോകുന്നതിന് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഈ ഫോർമൽ ലിവിംഗ് റൂമിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഭിത്തി മനോഹരമാക്കിയിരിക്കുന്ന ഈ പാർട്ട് എന്ന് പറയുന്നത് വാൾപേപ്പറാണ്. വാൾപേപ്പർ നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് ഒരു 50 രൂപ തൊട്ട് മുകളിലോട്ട് ഒരു 150 രൂപ വരെയൊക്കെയുള്ള, ഇതൊരു 70 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന വാൾപേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു 3-4 ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാൾ എന്ന് പറയുന്നത് പ്ലൈവുഡിൽ തന്നെ ഒരു ഫെൻസിങ് പോലെ പുറത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്ചർ മൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചർ മറ്റേ ലെതർ ഫിനിഷുള്ള കൗച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു ടീപ്പോയ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സം സീലിംഗാണ്. ഫോൾ സീലിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ജിപ്സമാണ്. ലൈറ്റിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന 3 വാട്ടിൻ്റെ ലൂക്കർ LED പാനൽ LEDs ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു വോൾ ഫാൻസി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാൻ എന്ന് പറയുന്നത് ആറ്റംബർഗിൻ്റെ BLDC ഫാനുകളാണ്. BLDC ഫാനുകളാകുമ്പോൾ നമുക്ക് കറണ്ട് കൺസംഷൻ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റിമോട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കറണ്ട് ലാഭിക്കാൻ പറ്റും. കറണ്ട് ലാഭിക്കാൻ പറ്റും. ശരി, അതിന് എന്ത് വില വരുന്നുണ്ടെന്ന് അറിയാം? വില ഏകദേശം ഈ ആറ്റംബർഗിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെ 3500 മേളിലാണ് വരുന്നത്. ഒരു 7000 രൂപയോളം വരുന്ന ഫാനുകളുണ്ട്. ഉണ്ടല്ലേ? അതെ. ഇനി നമുക്കിതിൻ്റെ ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് പോകാം. ക്ലയൻസിൻ്റെ പ്രത്യേക നിർദ്ദേശമായിരുന്നു ഒരു ഫോർമൽ ലിവിങ്ങും ഒരു ഫാമിലി ലിവിങ്ങും വേണമെന്നുള്ളത്. ഇത് നമ്മുടെ ഫാമിലി ലിവിങ് ആണ്. ഫാമിലി ലിവിങ്ങിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് TV കാണുന്നതിനുള്ള സംവിധാനമുണ്ട്. TV വെച്ചിട്ടില്ല. TVയുടെ കബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിഷ് ബോക്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മറൈൻ പ്ലൈവുഡാണ്. അതേപോലെ തന്നെ ഈ TV വാളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ വാൾപേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡോയിൽ, നമ്മുടെ ഈ വീടിൻ്റെ മൊത്തത്തിൽ നമ്മൾ വിൻഡോയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഈ വീടിൻ്റെ പൂജാ റൂം വേണം എന്നുള്ളത്. ഈ വീടിൻ്റെ അഗ്നികോണിലാണ് നമ്മൾ ഈ പൂജാ റൂം ക്രമീകരിച്ചിരിക്കുന്നത്.
ഇതാണ് ഈ വീടിൻ്റെ പൂജാ റൂം. ഇത് ഈ വീടിൻ്റെ കോമൺ ഏരിയ ആണ്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ നമ്മളൊരു 6 സീറ്ററാണ് ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ചെയറുകളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു ബെഞ്ചാണ്. എന്നാൽ അത് കുഷൻ ചെയ്ത് മോഡേൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇന്റീരിയറിൻ്റെ ഭാഗമായിട്ട് 4 ഡിഷ് ബോക്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ മറ്റേ ക്യാൻഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ വോളും ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ്. വാൾപേപ്പർ ചെയ്താണ് അത് മനോഹരമാക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3 വാട്ടിൻ്റെ പാനൽ LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാം കളറാണ്. അതിൻ്റെ ടോൺ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാം കളറാണ്. അതേപോലെ 2 ഹാങ്ങിങ് ഫാൻസ് ഉണ്ട്. ഒരു ചെറിയ പാർട്ടീഷൻ ഉണ്ട് ഇവിടെ. ആ പാർട്ടീഷന് കുറച്ച് നിഷ് ബോക്സുകളുണ്ട്. പിന്നെ 2 വോൾ ഫാൻസ് പ്രത്യേകമായിട്ട് ഭിത്തിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ വാഷിംഗ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്വാനക് ടൈപ്പ് ഒരു പില്ലർ ടാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് ആണ് മുഖം കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഇത് ഉപയോഗിച്ച് ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. 12mm ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ വെളിച്ചവും നമുക്കവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറുന്ന ആ ഭാഗത്തായിട്ട് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം വെക്കുന്നതിന് വേണ്ടി വലിയൊരു നിഷ് ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഡോറ് വുഡൻ പീസ് ഉപയോഗിക്കാതെ തന്നെ ടഫൻഡ് ഗ്ലാസിൻ്റെ പീസ് ഇട്ടുകൊണ്ട് 12mm ടഫൻഡ് ഗ്ലാസ് ഹോസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് ലൈറ്റ്സ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഒരു കിങ് സൈസ് ബെഡാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വാൾപേപ്പർ ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റ്, ഈ ബെഡിൻ്റെ ഹെഡ് റെസ്റ്റ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 സൈഡിലായിട്ടാണ് ഒരു പാളിയുടെ 2 വിൻഡോ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു 3 പാളിയുടെ വിൻഡോ വെച്ചിട്ടുണ്ട്. ഇതിന് കട്ടലിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് സീബ്ര ബ്ലൈൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ അതിൻ്റെ ഫോൾ സീലിംഗ് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ജിപ്സം സീലിംഗ്, ഫോൾ സീലിംഗിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സൈഡ് ടേബിൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 7 ഫീറ്റ് ഹൈറ്റുള്ള ഒരു മിററാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരാൾ നിൽക്കുകയാണെങ്കിൽ അത് ആ ഫുൾ ബോഡി അതിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് പൗഡർ ക്രീം ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് നിഷ് ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഡോർ എന്ന് പറയുന്നത് FRP ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6x7 ആണ് ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ഭാഗത്താണ്. ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യട്ടെ? വർക്ക് ചെയ്യുന്നു. അതെ. പിന്നീട് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ഇതൊരു 12x12 ബെഡ്റൂമാണ്. ഇത് ഒരു 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെയുള്ള ഒരു സെയിം സൈസ് ആണ് 7 ഫീറ്റ് മിറർ വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഫോൾ സീലിംഗ് വെച്ചിട്ട് ഇതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 വാട്ടിന്റെ പാനൽ LED, അതുപോലെ ഒരു വോൾ ഫാൻസി, അതുപോലെ ഒരു സെറ്റലൈറ്റിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ലൈറ്റ് ഇതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ റൂമിന്റെ വിശേഷങ്ങൾ. കിച്ചന്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണ പദാർത്ഥമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇവിടെ ഒരു ബാർ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ ഭക്ഷണമൊക്കെ അങ്ങോട്ട് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ അതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോളിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറി പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ കുറേ നന്നായിട്ട് സൗകര്യമുള്ള രീതി അനുസരിച്ച് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഇവിടെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെട്ടം കിട്ടുന്ന രീതി അനുസരിച്ച് ഹിഡൻ ലൈറ്റ് കിട്ടാൻ പാകത്തിന് LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പാത്രമോ സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിന് കുറേ അധികം ബോക്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ബോക്സുകളാണ്.
ബോക്സുകളിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിന് പാത്രമൊക്കെ വെക്കാൻ. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റൗ എന്ന് പറഞ്ഞാൽ കാഫിന്റെ സ്റ്റൗ കൊടുത്തിരിക്കുന്നത്. 2 കിച്ചൺ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതായത് ഫയർ നമ്മളിപ്പം വിറക് വെച്ച് കത്തിക്കാൻ പാകത്തിനനുസരിച്ചിട്ട് അവിടെ ഒരു കിച്ചൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇതിന്റെ മുകളിലും കോബ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED പാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഗ്രീൻ ടൈപ്പിൽ അതിന്റെ കബോർഡ് ബോക്സിന്റെ കോബിന്റെ സൈഡൊക്കെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ കിച്ചന്റെ പ്രത്യേകത. നല്ല സ്ഥല സൗകര്യം ഉണ്ട്, അതിനെ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് നമ്മുടെ ഹാൻഡ് റെയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എന്നാലും അതിൻ്റെ ടോപ്പ് റെയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ മഹാഗണിയുടെ വുഡ് ഉപയോഗിച്ചിട്ട് അതിൽ മറ്റേ MRFിൻ്റെ PU കോട്ട് ചെയ്ത ഫിനിഷിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് ഇവിടെ വലിയ 2 ടഫൻ ഗ്ലാസ്സുകൾ 19mm ടഫൻ്റെ ഗ്ലാസ്സുകൾ 2 സൈഡിലായിട്ട്, അതായത് ഇതിൻ്റെ അപ്സ്റ്റെയർ ലിവിങ്ങിലും ഈ സ്റ്റെയർ ഏരിയയിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺലൈറ്റ് നല്ല ഭംഗിയായി ഇതിലേക്ക് കടന്നു തരുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, സീബ്ര ബ്ലൈൻഡ്സ് ആണ്. അത് ബ്ലാക്ക് ഔട്ട് മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലൈറ്റ് ഫുള്ള് കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ഓപ്പൺ ആക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് സ്റ്റെയർ കേസിലേക്ക് വെട്ടം കിട്ടും അല്ലേ? ലൈറ്റ് കയറി. ഓക്കെ. ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ, അതായത് ലൈറ്റ് നമ്മൾ ഇലക്ട്രിക് ലൈറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും നല്ല വെട്ടമുണ്ട്. ഒരു ഹാങ്ങിങ് ഫാൻസിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിന് മുകളിലായിട്ട് അല്ലേ? ഇപ്പം നമ്മൾ അപ്പർ ലിവിങ്ങിലെത്തി. നമ്മൾ മുകളിലേക്ക് സ്റ്റെയർകേസ് കഴിഞ്ഞ് മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അപ്സ്റ്റെയർ 2 ബെഡ്റൂമുകളാണ് ഉള്ളത് കേട്ടോ. 2 ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ വലത്തെ സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. ഇത് കോമൺ ആയിട്ട് താഴത്തെ അതേ സൈസ് തന്നെ ആയതുകൊണ്ടാണ് അത് എടുത്ത് പറയാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗം, ഈ ജനൽ വെക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആ ബെഡ്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സീൻ വരാൻ വേണ്ടിയിട്ട് ഈ ഏരിയ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന താഴത്തെ കിച്ചൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തെ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗം കാണാൻ പറ്റും. മെയിൻ ലിവിംഗ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് കുട്ടികളോട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതി അനുസരിച്ചിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചത്. ഇത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളിവതിൽ കേട്ടോ. നമ്മളിപ്പോൾ അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ എടുത്ത് പറയാത്ത കാര്യം എന്ന് വെച്ചാൽ താഴത്തെ സെയിം സൈസ് തന്നെയാണോ ബെഡ്റൂം വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിലേക്കും അതുപോലെ തന്നെ കിച്ചന്റെ ഭാഗത്തേക്കും ഒക്കെ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ താഴെ ആരാ വന്നിട്ടുള്ളതെന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. വളരെ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യമാണ്. ഇത് പണ്ടത്തെ മലകളൊക്കെ ഇല്ലേ, മലകൾ അതുപോലെ ഇല്ലങ്ങൾക്കൊക്കെ മുൻപ് ഉണ്ടായിരുന്ന ഒരു ശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വിൻഡോ വളരെ വ്യത്യസ്തമാണ്, അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സംഗതി. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഗതി തന്നെ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിൻഡോയുടെ കാര്യം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേട്ടോ. ഇതിൻ്റെ 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറേ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അതുപോലെ തന്നെ പൂമുഖത്തിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു റോഡൊക്കെ പോകുന്നുണ്ട്. നല്ല കാഴ്ചകളൊക്കെയാണ്. വൈകുന്നേര സമയങ്ങളൊക്കെ ഇവിടെ ഇരിക്കാൻ അങ്ങനെ കൂടി അടിപൊളിയാട്ടോ.